പലരും എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് തുടങ്ങാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്ന്. സുഹൃത്തുക്കളെ, മോട്ടിവേഷൻ എന്നത് ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെയാണ്. അത് പെട്ടെന്ന് കത്തും, പക്ഷേ അധിക നേരം നിലനിൽക്കില്ല. ഒരു കാര്യം തുടങ്ങാൻ മോട്ടിവേഷൻ നിങ്ങളെ സഹായിച്ചേക്കാം, പക്ഷേ ലക്ഷ്യത്തിലെത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം കൂടിയേ തീരും. എന്താണ് ഡിസിപ്ലിൻ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ജോലി ചെയ്യുന്നതല്ല, മറിച്ച് ഒട്ടും താല്പര്യമില്ലാത്ത ദിവസങ്ങളിലും ശരീരം തളർന്നിരിക്കുമ്പോഴും ഇന്നു വേണ്ട എന്ന് മനസ്സ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുന്നത്. മൂഡ് നോക്കിയല്ല, ലക്ഷ്യം നോക്കിയാണ് വിജയികൾ പ്രവർത്തിക്കുന്നത്. മോട്ടിവേഷൻ വരുന്നത് പുറത്തുനിന്നാണ്, അത് താൽക്കാലികമാണ്. എന്നാൽ ഡിസിപ്ലിൻ വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്, അത് സ്ഥിരമാണ്. ജീവിതത്തിൽ വിജയിച്ച ഏതൊരാളെയും നിങ്ങൾ നോക്കും, അവർക്ക് അമാനുഷികമായ കഴിവുകളൊന്നുമില്ല. അവർ ചെയ്ത ഒരേ ഒരു കാര്യം, മറ്റുള്ളവർ മടിപിടിച്ചിരുന്നപ്പോഴും മടുപ്പില്ലാതെ തങ്ങളുടെ ജോലി ആവർത്തിച്ച് ചെയ്തു എന്നതാണ്. അതുകൊണ്ട് ആവേശത്തിന് വേണ്ടി കാത്തിരിക്കരുത്, ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കൂ. ഡിസിപ്ലിൻ എന്നത് തുടക്കത്തിൽ കയ്പുള്ളതായിരിക്കും, പക്ഷേ അതിന്റെ ഫലം തേനിനേക്കാൾ മധുരമുള്ളതായിരിക്കും. ഓർക്കുക, മോട്ടിവേഷൻ നിങ്ങളെ ട്രാക്കിലെത്തിക്കുന്നു, ഡിസിപ്ലിൻ നിങ്ങളെ ഫിനിഷിംഗ് ലൈനിലെത്തിക്കും. നിങ്ങളുടെ ജീവിതം ഇന്ന് എങ്ങനെയുള്ളതാണോ അതിന് കാരണം നിങ്ങളുടെ ചിന്തകളാണ്. അത്ഭുതം തോന്നുന്നുണ്ടോ? സത്യമാണ്. നമ്മുടെ ചിന്തകൾ ഒരു കാന്തം പോലെയാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നുവോ അത്തരം കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എപ്പോഴും എനിക്ക് കഴിയില്ല, എന്റെ ഭാഗ്യം മോശമാണ്, എല്ലാം പരാജയപ്പെടും എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവൂ. എന്നാൽ എനിക്ക് സാധിക്കും, നല്ല കാര്യങ്ങൾ എന്നിൽ സംഭവിക്കും, ഇത് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ പ്രപഞ്ചം മുഴുവൻ ആ ലക്ഷ്യത്തിനായി നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ ചുറ്റുമുള്ളവരാണ്. നെഗറ്റീവ് ചിന്തകൾ മാത്രം പങ്കുവെക്കുന്ന, എപ്പോഴും പരാതികൾ മാത്രം പറയുന്ന ആളുകളിൽ നിന്ന് ദൂരം പാലിക്കും. കാരണം അവർക്ക് ഓരോ പരിഹാരത്തിലും ഓരോ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയും. പകരം നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, പോസിറ്റീവായി സംസാരിക്കുന്ന വ്യക്തികളെ കൂടെ കൂട്ടുക. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഒരു തോട്ടം പോലെയാണ്. അതിൽ വിത്തുകൾ പാകേണ്ടത് നിങ്ങൾ